Hey guys, welcome back. So ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫോൺ സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റേ ടി വി ഒക്കെ പോലുള്ള ആ ഒരു സംഭവമില്ലേ അത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇതേപോലെ കുറേ കാർഡ്ബോർഡ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സൈസിനനുസരിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഫോണിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കാർഡ്ബോർഡ് കട്ട് ചെയ്തു. 7.5 അതേപോലെ ഒരു 16.5 അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ ഓൾമോസ്റ്റ് ഒരു മെഷർമെൻറ്റ് എടുത്തത്. അപ്പം അതിനെക്കാട്ട് കുറച്ചുകൂടി വലിയൊന്ന്, അതായത് ഞാൻ 10x20 അങ്ങനെ എന്തോ ആണ് എടുത്തത്. ഞാൻ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. കാരണം ഒന്നാമത്തത് എല്ലാവരെയും കയ്യിലുള്ള ഫോൺ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ഇതുപോലുള്ള കുറച്ച് കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലെയേഴ്സ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ എനിക്ക് കുറേ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആവശ്യമില്ലാത്ത കുറേ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലോണം നോക്കി ചെയ്തതാണ്. അതിൻ്റെ മുകളിലും അടിയിലും വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് ഇനി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കട്ടി കുറഞ്ഞ 3 കാർഡ്ബോർഡും കട്ടിയുള്ള 2 കാർഡ്ബോർഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാർഡ്ബോർഡ് എടുക്കുന്ന സമയത്ത് കട്ടി കുറവുള്ളതാണെങ്കിൽ കുറച്ചും കൂടി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ എടുത്ത പോലെ കട്ടി കുറഞ്ഞത് കൂടിയത് അങ്ങനെയൊന്നും ആവണമെന്നില്ല, എല്ലാം സെയിം ആയിട്ട് മതി. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നിങ്ങൾ ഫോണിൻ്റെ ആ ഒരു തിക്നെസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ ഞാൻ കാണിച്ചൊരു പൊട്ടത്തരാണ്, ഞാൻ ആവശ്യമില്ലാത്തതിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അഥവാ ഞാൻ ഫോൺ സെൻറ്ററിൽ വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിനേക്കാൾ നല്ല ശരിക്കും ഫോൺ തന്നെ വെച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുന്നതാണ്. ഓരോന്നിനും ഓരോ രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഒന്നും ചെയ്യാതെ മാറ്റി വെക്കുക. പിന്നെ ഒന്ന് അതിൻ്റെ മുകളിൽ വെക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണിൻ്റെ സ്ക്രീനിനെയും കാട്ടി കുറച്ചും കൂടി ചെറിയ രീതിക്ക്, അതായത് നമ്മളിങ്ങനെ സൂം ചെയ്ത് വെച്ചാൽ കറക്റ്റ് ആ ഒരു സംഭവം കാണുന്ന രീതിക്ക് മാത്രം ചെയ്തെടുത്താൽ മതി. പക്ഷേ എൻ്റെ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിൽ വെക്കുന്നത് ഫോൺ വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഗ്യാപ്പ് വേണം അതിൻ്റെ അടുക്ക്. മറ്റേ പ്രിസിഷൻ നൈഫ് കാണാത്തതുകൊണ്ട് തന്നെ ഈ ഒരു നൈഫ് വെച്ചിട്ടായിരുന്നു ഞാനിത് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു തുരുമ്പ് പിടിച്ച സാധനം അത് വെച്ചിട്ട് കുറേ നേരം ആക്കിയതിന് ശേഷമാണ് ഒന്ന് റെഡി ആയി കിട്ടിയത്. സൈഡ്സിലൊക്കെ ചെറിയ രീതിക്ക് ഒരു കേവ് വരച്ചെടുക്കുന്നുണ്ടെങ്കിലും അത് ഞാൻ എല്ലാതും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിന് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഫോൺ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാനുള്ള ഒരു ഭാഗം ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാർഡ്ബോർഡ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ബേസ്, പിന്നെ അതിൻ്റെ നടുവിൽ വെക്കാനുള്ള 3 ഇതുണ്ടോ, ഇത് ഇതേപോലെ ആയിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കട്ടുള്ള ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഒരു സാധനം കൂടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ്. ഇനി ഗ്ലൂ ഗണ്ണായാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ശരിക്കും പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിന് മടിയുണ്ട്. ഞാൻ എന്താക്കിയാലും ഒരു ടിഷ്യൂ ടാപ്പ് എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ബാക്കിൽ ചെറിയ രീതിക്കൊരു ഫിനിഷിങ് കുറവുണ്ട്. അപ്പോൾ ശരിക്കും അതിന് ബാക്കിൽ എന്തെങ്കിലും കവർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം ചെറിയ രീതിക്ക് മടിയുണ്ട്, പിന്നെ അതാരും കാണുന്നില്ലല്ലോ. അതിനുശേഷം ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ട് ഇതേപോലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുക, പെയിൻ്റ് അടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ.